ഹലോ ഗൈസ്, അപ്പം നമ്മളെ കോളേജിൽ ഓണപ്പരിപാടിയാണ്. അപ്പം ഞാനത് കാലൊക്കെ ആകെ അലമ്പായിക്കണം. രാവിലെ നീച്ച് എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോൾ എന്തൊക്കെ ക്ലിപ്സ് കിട്ടും നോക്കാം. എന്തായിരുന്നു ഞങ്ങളെ ഡ്രസ്സൊക്കെ അതവിടെ അയൺ ചെയ്ത് നമ്മളെ നൗറ് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി ചായ പിടിച്ചിട്ട് കാണാം. ഇതാണ് എൻ്റെ കാലിൻ്റെ അവസ്ഥ ഗൈസ്. അയ്യോ ഗൈസ്, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി. അത് സൈഡിൽ വയ്ക്കാം. ഓക്കെ, മെല്ലെ ചോദിക്കോളട്ടെ, അവൾ വയ്ക്കട്ടെ. അപ്പോൾ ഗൈസ് ഇത് കഴിക്കട്ടെ ഗൈസ്. അപ്പോൾ നമ്മളിന്ന് മുബശ്ശിറാൻ്റെ വീട്ടിലാണ്, പറയാൻ മറന്നുപോയി. അപ്പോൾ നല്ല പത്തിരിയും ബീഫ് ഫ്രൈ, നല്ല സ്മെല്ല്. ഓണപ്പരിപാടിയുടെ പ്ലാനിങ് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഒരു ഫോണുണ്ട്, 14 ആൾക്കാരുണ്ട് ഫോട്ടോ എടുക്കാൻ. പറയുന്ന ആള് തീരെ കഴിയൂല. എന്നിട്ടാണ് ഞങ്ങൾ ചായ കൂടി കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ചെയ്തു. പിന്നെ എല്ലാവരും മാറ്റാണ്. സോ ഞാൻ മാത്രം ഡിഫറെൻറ്റ് ബ്ലൗസ്, കാരണം വയ്യാത്തതുകൊണ്ട് എനിക്ക് ബ്ലൗസ് ഒന്നും സെറ്റാക്കാൻ പറ്റില്ല. സോ ഇനി കോളേജിലേക്ക് പോകണം. കണ്ണ കളർസ് ഇനി ഓരോരുത്തരെ ഞാൻ കാണിച്ചില്ല. ഓരോക്കെ മാറ്റുകയാണ് കേട്ടോ ഓരോരുത്തർ. ക്രിസ്റ്റിന ഓക്കെ, ക്രിസ്റ്റിനെ ഔട്ട്ഫിറ്റ് കാണിച്ചാൽ ക്രിസ്റ്റിനൊക്കെ ആകെ ലുക്കായിട്ടുണ്ട്. സോ ഞാനൊരു ഇതിനെന്ന് പറയാം ധാവണി, ധാവണി എന്നല്ലേ ക്രിസ്റ്റിന അറിയുന്നത്? ധാവണിയാണ്. എന്ത് സൗണ്ടാണ്? ഓരോരുത്തരെ ലുക്ക് ഞാൻ കാണിച്ചത്. കൈസിൽ നമുക്ക് അമ്മയുടെ ലുക്ക് കാണാം. അമ്മയുടെ ഫുൾ ലുക്ക് കാണിച്ചാൽ ദൂരം എന്നിട്ട് ബോത്ത് കിട്ടാം. ഒരു പ്രത്യേക തരം ബ്ലൗസാണ്. സോ പ്രിട്ടി ഗേൾ. ഞാൻ ഓസി വള. ഇന്നലെയാണ് പരിപാടിക്ക് വരണമെന്ന് സെറ്റായത്. വീട്ടിൽ നിന്ന് വിടണ്ടേ, വയ്യാത്തതുകൊണ്ട്. അതുകൊണ്ട് പ്രിന്റഡ് ബ്ലൗസ് എനിക്ക് മിസ്സായി. മാറ്റലൊക്കെ എന്തായാലും ഒരു 10:30-10:45 ആകുമ്പോഴത്തേന് കഴിഞ്ഞു. വേഗം ഓട്ടോ വിളിച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അതും വേറൊരു ഫ്രണ്ടിന്റെ വീടിന്റെ അടുത്ത്. അടുത്ത ടെൻഷനിന് ഫോട്ടോസ് കിട്ടുമെന്നുള്ള ടെൻഷൻ. അങ്ങനെ ഫോട്ടോസ് ഒക്കെ കിട്ടി റാഹത്തായി നമ്മൾ കോളേജിന്റെ ഗൈസ്. ഞങ്ങളെല്ലാം കഴിഞ്ഞ് വികലാംഗി കോളേജിന്റെ അവിടെ എത്തി. ബ്ലോഗ് ഹംന എല്ലാവരും സെറ്റാണ് കേട്ടോ. അവിടെ സ്പീഡ് നടക്കല്ലോ നോക്കുവാണ്. ഇവിടെ ലുക്ക് ഇതാണ്. ഇതേപോലെ ചുറ്റിയതൊക്കെ അവൾ എടുത്ത് ഒഴിവാക്കി. സോ ധാവണി മുബശ്ശിറ് ഓരൊക്കെ. ഞാൻ എന്തായാലും കോളേജിൽ ഇപ്പോൾ ഒരു മണിയായി അല്ലേ? 1 മണിയായി. ഞാൻ അവിടെ പോയി ഫുഡ് കിട്ടുമെന്ന് അറിയില്ല. വേഗം പോട്ടെ ഗൈസ്. അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ വർഷം ഓണപ്പരിപാടി മിസ്സായി. ഇത്തവണ ഞങ്ങൾ പകുതി മിസ്സായി. അടുത്ത വർഷം ഫുൾ എടുക്കാം. വയ്യാത്ത കാലം കോളേജിൽ പോയിട്ട് കുറച്ച് ഫുഡെങ്കിലും കിട്ടിയാൽ മതി. അത് കിട്ടോ ഇല്ല എന്നുള്ള ടെൻഷനിലാണ് നമ്മൾ. പരിപാടി എന്തായിക്കോട്ടെ, ഫുഡ് കിട്ടിയാൽ മതിയല്ലോ എന്നുള്ള ഒറ്റ മൈൻഡാണ് എല്ലാവർക്കും ഉള്ളത് കേട്ടോ. കോളേജിൽ എത്തിയപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഫുഡ് കൊടുക്കലും തുടങ്ങിയിട്ടില്ല. അവിടെ പോയി സീനിയേഴ്സിന്റെ വലിയ പരിപാടി ഒന്നും കാണാൻ പറ്റില്ല. ഞങ്ങൾ നേരെ വൈകിട്ടാണോ ഞങ്ങൾ വരുന്ന മുമ്പ് കഴിഞ്ഞൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. ചുരുക്കി പറഞ്ഞാൽ ഒരൊറ്റ സമാധാനമാണ്, ഫുഡ് കൊടുത്തിട്ടില്ല എന്ന് അറിഞ്ഞപ്പോൾ. ഫുഡ് കൊടുക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ എന്റെ ഫ്രണ്ട്സുകളും പിന്നെ ഫുൾ അവസാനം ഫസ്റ്റ് ട്രിപ്പ് തന്നെ ഞങ്ങൾക്ക് ഇരിക്കേണ്ടി വന്നു. ആഗ്രഹിച്ചതെന്തോ അത് കിട്ടി. ഈ ഒരു സംസാരം എന്താണെന്നറിയോ? ഫുഡ് മുന്നിൽ കണ്ടതിന്റെ ആ ഒരു കിടയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയം നോക്കുമ്പോൾ ഞങ്ങൾക്കൊരു സംശയം ഉണ്ടായിരുന്നു, ഫുഡ് കിട്ടൂല എന്നുള്ളത്. പക്ഷെ എവിടേക്കോ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, എന്തായാലും ചിലപ്പോൾ ലാസ്റ്റെങ്കിലും കിട്ടുമെന്ന്. ഓണത്തിന് പോയിട്ട് സദ്യ ഞങ്ങൾ അടിപൊളിയായി കഴിച്ചു. വയറ് നിറയെ കഴിച്ച് പിന്നെ ഫ്രണ്ട്സോട് ഞാനൊക്കെ ഫുൾ മത്സരം. ആവശ്യമില്ലെന്നറിയാം, എന്നാലും വെറുതെ അങ്ങോട്ട് തിന്നെ തിന്റെ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു പരിപാടിക്ക് എനിക്ക് വരാൻ പറ്റുന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എനിക്ക് തീരെ നടക്കാൻ പറ്റൂലേ. നമ്മളെ ഫ്രണ്ട്സ് ഒക്കെ എൻജോയ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ വീട്ടിലിരിക്കാൻ പറ്റുക? അങ്ങനെ ഉപ്പേന്റെ കാല് പിടിച്ച് അങ്ങനെ വിട്ടുവരും. പക്ഷെ കാല് കുറച്ച് സീനാണെങ്കിലും നമുക്ക് പരിപാടിക്ക് എൻജോയ് ചെയ്യാം. ഈ ഒരു വീഡിയോസിലൊക്കെ ഞാൻ സംസാരിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷെ അവിടുത്തെ കൊട്ട് കാരണം ഇതിന്റെ സൗണ്ട് ഒന്നും ഒരു പ്രശ്നം. അങ്ങനെ അത്ര സൗണ്ടിൽ ഒരു കൊട്ടി തകർക്കും. പറയുമ്പോ എവിടുത്തെ കൊട്ട കാലം ഉഷാറ്. ഈ ഒരു സംഭവത്തിന് എന്താന്ന് പറയാൻ എനിക്കറിയില്ല. ഈ കറങ്ങുന്ന ആൾക്കാരെ സമ്മതിക്കണം. എത്ര മണിക്കൂറാണ് അവർ നിന്ന് കറങ്ങുകയാണെങ്കിൽ 2 കറക്കം കറങ്ങി തല കറങ്ങി വീണ ടൈം എക്സ്പീരിയൻസ് ആണല്ലോ എല്ലാത്തിന്റെ. ആ ഒരു ഇതാണ് കാണുന്നത്. എന്നാലും സമ്മതിക്കും. അടുത്ത ഓണപരിപാടിന്റെ വ്ളോഗൊക്കെ നമുക്ക് എന്തായാലും സെറ്റ് ആക്കാം. അപ്പൊ ഇപ്രാവശ്യം എന്റെ കാലിന് വയ്യാത്തോണ്ട് അധികം ഉഷാറാക്കാൻ പറ്റിയില്ല. അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക.